ഇന്ന് നമുക്കൊപ്പം അതിഥി എത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായരാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാം ഇന്നത്തെ ഹലോ മലയാളത്തിലേക്ക്. ശ്രീ രാജഗോപാലൻ നായർ, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പം മകരമണ്ഡല വിളക്ക് കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടുകളുടെയും സ്വർണ്ണക്കൊള്ളകളുടെയും ഒക്കെയും വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അതൊരു വാജ്യവാഹനത്തിൽ എത്തി നിൽക്കുന്നു. 2012 ഈ ഉത്തരവ് ഇറക്കുമ്പോൾ ഈ 2012 ഉത്തരവിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഈ ക്രമക്കേടൊക്കെ നടക്കുമ്പോൾ വാജ്യവാഹന കൈമാറ്റമൊക്കെ നടത്തുന്ന സമയത്തെ ബോർഡ് അംഗവും കോൺഗ്രസ് നേതാവുമൊക്കെ ആയ അജയ് തറയിൽ പറയുന്നത്. ഇപ്പോൾ അന്നത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് എന്താ തോന്നുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ, ഈ വാജ്യവാഹനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു വിവാദങ്ങളിൽ? 2012 ബോർഡ് ഉത്തരവ് ഉടനെ ഉണ്ടായ ഒരു ഉത്തരവല്ല. ഞാൻ ദേവസ്വം ബോർഡിൽ ചാർജ് എടുക്കുന്നത്, പ്രസിഡൻ്റായി വരുന്നത് 2010 10 മെഡിൽ കഴിഞ്ഞിട്ടാണ്. ആ 2011 ഈ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട തന്ത്രിമാരുടെ സംഘടന തന്ത്രി സമാജം, അതിൻ്റെ അഖില കേരള തന്ത്രി സമാജത്തിൻ്റെ ദക്ഷിണ മേഖലാ ശാഖ, അതിൻ്റെ പ്രസിഡൻറ്റും അതിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും എന്നെ നേരിട്ട് കണ്ടിട്ട് അവരുടെ അവശതകളെക്കുറിച്ച് സംസാരിക്കുകയും അവർക്ക് തന്ത്രപരമായ കാര്യങ്ങളിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടുമ്പോൾ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പറയുകയും ചെയ്തതിനെ തുടർന്ന് അവരൊരു നിവേദനം സമർപ്പിച്ചു. ആ നിവേദനം 2 നിവേദനം സമർപ്പിച്ചു. ആദ്യമായി 8-ാം മാസത്തിലൊരു നിവേദനം, അത് കഴിഞ്ഞ് 10-ാം മാസത്തിലൊരു നിവേദനം 2010. ഈ നിവേദനങ്ങൾ രണ്ടും കൂടെ ക്രോഡീകരിച്ച് ഞാൻ അന്നത്തെ സീനിയർ മോസ്റ്റ് ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറെ ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് തന്ത്രിമാരെ കൂടി നേരിട്ട് കേട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി എടുത്ത് ഒരു റിപ്പോർട്ടായി ബോർഡിന് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അത് കുറച്ച് സമയമെടുത്തു. റിപ്പോർട്ട് 2012 ലഭിച്ചു. തന്ത്രിമാർ ഉന്നയിച്ചിരുന്ന 23 ആവശ്യങ്ങളാണ് അവരുടെ ഡിമാൻഡ് ലെറ്ററിലുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്ക് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. കാരണം അവരുടെ വേതനത്തിനെ സംബന്ധിച്ച്, വേതന വർധനവിനെ സംബന്ധിച്ച്, അവർ പൂജാ കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അതിനനുസരണമായി ബോർഡിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ട സൗകര്യങ്ങളെ സംബന്ധിച്ച്, അവർക്ക് പൂജാ കാര്യങ്ങളിൽ സഹായികളായി ഏർപ്പെടുത്തുന്ന പരികർമ്മികളെ സംബന്ധിച്ച്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഡിമാൻഡാണ് ഉണ്ടായിരുന്നത്. തന്ത്രിമാർ ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുകളാണ്. അവരുടെ ആവശ്യങ്ങളും അവശതകളും ശാന്തിക്കാരുടേതായാലും ശരി പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ ക്ഷേത്രകാര്യങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയൂ എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി അവരുടെ ഡിമാൻഡുകൾ പരിശോധിച്ചു. ആ ഡിമാൻഡുകൾ പരിശോധിച്ച് ദേവസ്വം സീനിയർ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷം തന്ത്രി സമാജത്തിൻ്റെ ഭാരവാഹികളുമായി ഞാൻ നേരിട്ട് ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലുണ്ടായ ഉത്തരവാണ് 2012 6-ാം മാസത്തിൽ ബോർഡ് ഉത്തരവായി ഇറങ്ങുന്നത്. ആ ബോർഡ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം കമ്മീഷണറുടെ കീഴിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ വേതന വർധനവ്.
ഞാൻ ചാർജ് എടുക്കുമ്പോൾ അവർക്ക് ഒരു ദിവസം ഉത്സവബത്തയായി നൽകുന്ന 400 രൂപയായിരുന്നു. അത് അവർ അന്നത്തെ നിവേദനം കണ്ടപ്പോൾ തന്നെ എനിക്കത് കുറവാണ് എന്ന് തോന്നിയത് കൊണ്ട് വേറൊരു പഠനം പൂർത്തിയാക്കി ഫൈനൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ താൽക്കാലികമായി അത് 750 രൂപയായി വർദ്ധിപ്പിച്ചു കൊടുത്തു. 8-ാം മാസത്തിൽ തന്നെ 2011 8-ാം മാസം തന്നെ താൽക്കാലികമായി അത് 750 രൂപയായി വർദ്ധിപ്പിച്ചു കൊടുത്തു. അതായത് ഈ റിപ്പോർട്ട് വന്ന് ഫൈനൽ തീരുമാനമെടുക്കുന്നതിന് വിധിയായി. ഫൈനൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ വേതന വർധനവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും പരിശോധിച്ചു. അവരുടെ ഡിമാൻഡ് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. അവർ 1200 രൂപയാണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് പല ഘടകങ്ങൾ ചേർത്ത് ഏകദേശം ആ തുക തന്നെ അവർക്ക് അനുവദിക്കുകയും ചെയ്തു. അവരുടെ വസ്ത്രത്തിനെ സംബന്ധിച്ച്, അവരുടെ TA സംബന്ധിച്ച്, അവരുടെ താമസ സൗകര്യത്തിനെ സംബന്ധിച്ചൊക്കെയാണ് ഇതിലെ പ്രധാന ചർച്ചകളുണ്ടായിരുന്നത്. രാജഗോപാൽ നായർ, ഇപ്പം അങ്ങ് പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ ഈ സമയ പരിമിതി കൊണ്ട് മാത്രം കാരണം നമുക്ക് അധികം സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എനിക്ക് മനസ്സിലായി. ഞാൻ അതിലേക്ക് വരുന്നു. ഓക്കെ, അത് ശരിയാണ്. അവരുടെ ആ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചു കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഇത് ഏകപക്ഷീയമായി ബോർഡ് എടുത്തൊരു തീരുമാനമോ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു തീരുമാനമോ അല്ല എന്നുള്ളതുകൊണ്ടാണ്. അന്ന് ഇതിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ആളുകൾ ഈ ദക്ഷിണ മേഖല തന്ത്രസമാജത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. ഒന്ന് കുഴിക്കാട് വാസുദേവൻ ഭട്ടതിരിപ്പാട്, അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നുള്ളത് മണ്ണാറശാല ഹരിപ്പാടുള്ള തന്ത്രി ദേവൻ സൻ നാരായണൻ നമ്പൂതിരി, കുഴിക്കാട് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാട്, രാകേഷ് നാരായണൻ നമ്പൂതിരിപ്പാട്, ഇവരെല്ലാം ചർച്ചയിൽ പങ്കെടുത്ത ആളുകളാണ്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എടുത്ത അവരുടെ അവസാനത്തെ ഒരു ആവശ്യം, അതൊരു വ്യക്തമായ ഡിമാൻഡെന്ന് പോലും പറയാനില്ല, അവരാവശ്യപ്പെട്ടിരുന്ന കാര്യം, അവർക്ക് ഈ ക്ഷേത്ര പുനരുദ്ധാരണം പോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ആ ക്രിയാദികൾക്ക് ശേഷം ആചാരപരമായി തന്ത്രിക്ക് അവകാശപ്പെട്ട കൊണ്ടുപോകുമ്പോഴുള്ള അനാവശ്യ തർക്കങ്ങളും വിവാദങ്ങളും ഈ വിഷയത്തിൽ നയരൂപീകരണം ആവശ്യമാണ് എന്നാണ് പറഞ്ഞത്. ഇതാണ് ആ ഡിമാൻഡ്. 23 ഡിമാൻഡുകളിൽ 22ാമത്തേത് അതാണ്. അതിൻ്റെ മേളിലാണ് ബോർഡ് തീരുമാനം. അതെ, അതായത് ക്ഷേത്ര പുനരുദ്ധാരണം നടക്കുമ്പോൾ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോഴോ, അല്ലെങ്കിൽ കട്ടറപ്പാളിയും വാതിലിലും മാറ്റം വരുത്തുമ്പോഴോ, അല്ലെങ്കിൽ കൊടിമരം വിളക്കി പ്രതിഷ്ഠിക്കുമ്പോഴോ ഒക്കെ അതിൻ്റെ പഴയ ബാലൻസ് വരുന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച തീരുമാനമാണ്. ഇപ്പം താന്ത്രിക വിധി പറഞ്ഞു കൊടുത്തത് തന്ത്രിയാണ്, അത് ഏറ്റുവാങ്ങിയത് തന്ത്രിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നിഷ്കളങ്കമായി കാണാൻ പറ്റുന്ന നടപടിയാണോ ശ്രീ രാജഗോപാൽ നായർ? ഇപ്പം ഈ ഒരു നിവേദനത്തിൽ ഈ ഒരു ആവശ്യം 22ാമതായി ഇടം പിടിക്കുമ്പോൾ ഇതിനെയൊക്കെ നമുക്ക് അത്ര കണ്ട് നിഷ്കളങ്കമായി കാണാൻ കഴിയുമോ? ഇപ്പോൾ ഈ ഒരു വിഷയം വലിയ മാർജിനിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ചോദിക്കുകയാണ്. അല്ല, അത് ഒരു സീരിയസ് ഡിമാൻഡായിട്ടല്ല അവർ വച്ചത്. പക്ഷേ അതിലൊരു നയരൂപീകരണം വേണമെന്നാണ് അവർ വാചകം. അതിൽ ബോർഡ് അവരുമായിട്ട് ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമെന്ന് പറഞ്ഞാൽ, ഈ ക്ഷേത്ര പുനരുദ്ധാരണവും മറ്റും നടക്കുമ്പോൾ, അത് പുനഃപ്രതിഷ്ഠയായാലും അതുപോലുള്ള എന്തു തന്നെയായാലും ശരി, അതിൽ ഏതെങ്കിലും സാധനങ്ങൾ ബാലൻസ് വരുന്നത് തന്ത്രിയുടെ വകയല്ല. അതിൽ ഇപ്പോൾ ഗോൾഡായാലും മറ്റെന്തെങ്കിലും മെറ്റലായാലും തന്നെ അത് ദേവസ്വം ബോർഡിൻ്റെ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ്. അത് വാജിവാഹനമായാലും കൊടിമരത്തിലുള്ള പറയായാലും അതിൻ്റെ ബേസിലുള്ള രൂപങ്ങളായാലും, അല്ലെങ്കിൽ ഇപ്പം മേൽക്കൂര ഞാൻ പറഞ്ഞ പോലെ പലപ്പോഴും മാറ്റാറുണ്ട്, അതിലെ ചെമ്പുപാളികളായാലും അതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ സ്വത്തല്ലേ. ദേവസ്വം ബോർഡ് പണം കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇളക്കി മാറ്റുമ്പോൾ അത് ഇപ്പോൾ പറ മാറ്റാറുണ്ട്. പറ അറിയാമല്ലോ, ഈ കൊടിമരത്തിൽ ഓരോ പറയായിട്ട് ഇറക്കിയാണത്. ആ പറ ചെമ്പായിരിക്കാം, ചിലപ്പോൾ വേറെ ഓടായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം.
അത് പിന്നെ സ്വർണ്ണപ്പാളികളായി മാറ്റാറുണ്ട്. ഇത് ഇളക്കി മാറ്റുന്ന സാധനങ്ങൾ അതേപടി സ്റ്റോക്ക് റൂമിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് സ്റ്റോക്കിൽ എൻട്രി ചെയ്ത് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ആ ഇളക്കി മാറ്റുന്ന സാധനങ്ങൾ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ല. അവർക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല. ഇപ്പം ഈ വാജി നമുക്കിപ്പം കട്ടളപ്പാളിയിൽ കേസ് വന്നു, ദ്വാരപാലക ശില്പത്തിന്റെ കാര്യത്തിൽ കേസ് വന്നു. ഇതിപ്പം വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്നും കിട്ടി. പക്ഷേ അഷ്ടദിക്പാലകർ എവിടെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഈ കാര്യമൊന്നും അറിയില്ല. അത് എവിടെ പോയെന്ന് അറിയില്ല. ഈ വാജിവാഹനവും അതിരിക്കുന്ന പഞ്ചവർണ്ണത്തറ തൊട്ടു താഴെയുള്ള അഷ്ടദിക്പാലകർ ഇതിനൊന്നും ഒരു കേടുപാടുകളും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ കൊടിമരം മാറ്റുന്ന ഘട്ടത്തിൽ ഇതിനൊന്നും ഒരു കേടുപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ രണ്ട് സംഭവങ്ങളിലും കേസ് അന്വേഷണം നടക്കുന്നു. ഈ വാജിവാഹനത്തിന്റെ പേരിലും ഒരു അന്വേഷണം വേണം. എന്താണ് നടന്നത് എന്ന കാര്യം അന്വേഷിക്കണമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് വേറൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞത് അതിൻ്റെ അവർക്ക് അവകാശപ്പെട്ടതാണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ലീഗൽ സൈഡാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു ബോർഡ് സമഗ്രമായൊരു ഉത്തരവ് അവരുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് അവരുടെയും കൂടി സമ്മതത്തിൽ എത്തിയതാണ് ആ ഉത്തരവ്. അതിൻ്റെ മിനിറ്റ്സ് ഉണ്ട് അവരുമായിട്ടുള്ള ചർച്ചയുടെ. അപ്പോൾ ആ ചർച്ചയിൽ അവരങ്ങനെ ഒരു ഡിമാൻഡ് ഒന്നും ഇതിലൊരു തീരുമാനം വേണമെന്നേ പറഞ്ഞുള്ളൂ. ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇത് ബോർഡിൻ്റെ സ്വത്താണ്, അത് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്ററിൽ കുറവ് ചെയ്ത് നിങ്ങൾക്ക് തരാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ ഒരു തർക്കവും വെച്ചിട്ടില്ല. അവരൊക്കെ വളരെ മാന്യന്മാരായ തന്ത്രിമാരാണ്. അവർക്കത് ബോധ്യമുണ്ട് അവർക്ക് അവകാശപ്പെട്ടതല്ല എന്ന്. പക്ഷേ ഇതിപ്പോൾ വാജിവാഹനം ഒരുപക്ഷെ എടുത്ത് അദ്ദേഹം തന്ത്രി കൊണ്ടുപോയിരിക്കാം. അത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവിൻ്റെ പുറത്തോ ബോർഡ് കൊടുക്കുകയോ അദ്ദേഹം വാങ്ങിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നുള്ളൊരു ക്രിമിനൽ ഒഫൻസ് ആണോ ഇല്ലയോ എന്നുള്ളത് SIT അന്വേഷിക്കേണ്ട കാര്യമാണ്. അതിൽ ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. പക്ഷേ ഇതാണ് അവർക്ക് അവകാശപ്പെട്ടതല്ല ഒരു ബോർഡ് ഉത്തരവുണ്ട്. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശബരിമല അത് ഈ നമ്മൾ പറയുന്ന പോലെ മലയാളികൾ മാത്രമല്ല, രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഈ വിശ്വാസികളെ സംബന്ധിച്ച് അത്രയും വൈകാരികവും സെൻസിറ്റീവുമാണ് ശബരിമലയിലെ ഓരോ കാര്യങ്ങൾ. ഇപ്പം ഈ വരുന്ന വാർത്തകൾ അനുസരിച്ച് മുച്ചൂടും അവിടെ കൊള്ള ചെയ്യപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു, ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി കട്ടുകൊണ്ട് പോയി കാണാനില്ല. ഇപ്പം ഇന്നലെ SIT ഈ പരിശോധിച്ച സാമ്പിളുകളുടെയൊക്കെ മുദ്രവച്ച കവറിൽ അതിൻ്റെ കാലപ്പഴക്കം അടക്കമുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിനെ കോടതി പരിശോധിക്കുമ്പോഴാവും നമുക്ക് അതിൻ്റെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ, അതിൽ എത്ര എണ്ണമാണ് ഒറിജിനൽ, ഏതൊക്കെ മാറ്റി എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പം ആരോപണങ്ങൾ ഒരുപാട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ ഭരണസമിതിക്ക് മേലും ആരോപണം വരുന്നൊരു സമയം കൂടിയാണ്. താങ്കൾ കൂടി പ്രസിഡന്റ് ആയിരുന്ന ഒരു സ്ഥലമാണ്. ഇത്രയും വലിയ കൊള്ള കാണുമ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം അനിവാര്യമായിരുന്നു. അങ്ങനെ തന്നെയാണോ അങ്ങയുടെ നിലപാട്? അല്ല, ദേവസ്വം ബോർഡിൻ്റെ ഒരു പൊതുസ്ഥിതിയുണ്ട്. അവിടുത്തെ വസ്തുക്കളെ സംബന്ധിച്ചായാലും സ്വർണത്തിനെ സംബന്ധിച്ചായാലും ഒന്നും ഒരു ഫുൾ പ്രൂഫായ അപ് ടു ഡേറ്റായ രേഖ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. അതിങ്ങനെ കാലാകാലങ്ങളിൽ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ബേസിക്കലി ആ വക സാധനങ്ങളെ സംബന്ധിച്ച് ഒരു പരിശോധനയും കൃത്യമായ റെക്കോർഡും ഉണ്ടാവണം. അതിനാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ശങ്കറിനെ നിയോഗിച്ചിട്ട് ഒരു പരിശോധന നടത്തുക. നല്ല കാര്യമാണ്, ഏറ്റവും നല്ല കാര്യമാണ്. ഇപ്പം അവിടെ നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഈ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്ന ഹൈപ്പിനോളം തക്ക ഒരു സംഭവവും ശബരിമലയിൽ നടക്കുന്നില്ല. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ ബേസിക്കായി നടന്നിട്ടുമുണ്ട്. അവിടെ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒക്കെ പല കുറ്റകൃത്യങ്ങളും നടന്നിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ ശബരിമല എന്ന് പറയുന്ന കേരളത്തിൻ്റെ സ്വത്തെന്നാണ് ഞാൻ അതിനെ പറയുന്നത്, അല്ലാതെ ഹിന്ദുക്കളുടെ അല്ല. കേരളത്തിൻ്റെ ഖജനാവിനും ഒക്കെ ഓരോ വർഷവും ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്തിരുന്ന ശബരിമല തകർന്ന് നാമാവശേഷമായി പോയി അവിടെ മനുഷ്യന് പോകരുത് എന്ന രീതിയിലുള്ള പ്രചരണം ഏത് കോണിൽ നിന്നുണ്ടായാലും അത് പൂർണ്ണമായും നാം തന്നെ നമ്മൾ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. ശ്രീ M. രാജഗോപാലൻ, ഇപ്പോൾ തന്ത്രിയിലേക്ക് അന്വേഷണം വന്നത് ഒരു രാഷ്ട്രീയ ഇടപെടൽ എന്നാണ് ഒരു ഭാഗത്തിൻ്റെ വിമർശനം. തന്ത്രിയിൽ ഒതുക്കാതെ മന്ത്രിയിലേക്ക് പോകണമെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. തന്ത്രി കുടുങ്ങുന്നതിനെ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? തന്ത്രി കൊടുങ്ങുന്നതിനെ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. തന്ത്രിയും മന്ത്രിയുമായിട്ടൊന്നും ഒരു ബന്ധവും ഉണ്ടാവാൻ കഴിയില്ല. ബോർഡും മന്ത്രിയുമായിട്ടും ഒരു ബന്ധവും ഉണ്ടാവില്ല, ലീഗലായിട്ടുണ്ടാവില്ല. അതായത് ശബരിമല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് 1949 മഹാരാജാവിൻ്റെ കാലത്തുണ്ടായ കവനൻറ്റിന് അടിസ്ഥാനമായി വന്ന നിയമമാണ്. സമ്പൂർണ്ണമായ ഇൻഡിപെൻഡൻ്റ് ആണ്, ഗവൺമെൻറ്റിന് കൺട്രോളില്ല.
ഒരു സ്ക്രാപ്പ് ഓഫ് പേപ്പർ പോലും ഗവൺമെൻറ്റിന് അയച്ച് അനുവാദം വാങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു കാര്യവും ചെയ്യേണ്ടതില്ല. ഒരു കാര്യവും ചെയ്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് ഒരു കാരണവശാലും തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡിൽ ഉണ്ടാവില്ല. അതുണ്ടായിട്ടുമില്ല. ഞാനും ഭരിച്ചതാണല്ലോ. അതുണ്ടാകാൻ കഴിയില്ല നിയമപരമായി. ഉണ്ടായാൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വരും. കാരണം ബോർഡിനെ നിയമിക്കുന്നത് യഥാർത്ഥത്തിൽ സാങ്കേതികമായി എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട്. ഈ ബോർഡ് മെമ്പർമാരുടെ പേരിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ ഗവൺമെൻറ് അധികാരമുണ്ടോ? ഒരു നടപടിയെടുക്കാനും അധികാരമില്ല. ഒരു ബോർഡ് മെമ്പറെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണമെങ്കിൽ ഒരു പ്രൂവ്ഡ് മിസ്കോണ്ടക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അന്വേഷണം നടത്തി പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് ബോധ്യപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിന് റെഫർ ചെയ്ത് ഡിവിഷൻ ബെഞ്ച് പറയണം മാറണമെങ്കിൽ. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് കൺട്രോൾ ഇല്ല എന്നാണ്. ഓഡിറ്റ് ചെയ്ത കണക്കുകൾ മുഴുവൻ ഓഡിറ്റർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഹൈക്കോടതിയാണ്. ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഹൈക്കോടതിക്കാണ്. അത് പരിശോധിക്കുകയും ന്യൂനതയുണ്ടെങ്കിൽ നടപടിയെടുക്കുകയും ചെയ്യുന്നത് ഹൈക്കോടതി. ഇതാണ് ഇത്രയും. അപ്പോൾ അതുകൊണ്ട് അവിടെ രാജവാഹനം എടുത്തുകൊണ്ട് പോയതിലോ അല്ലെങ്കിൽ തന്ത്രി എന്തെങ്കിലും ചെയ്തതിലോ ബോർഡ് എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചതിലോ ഉടൻ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. അത് നിയമപരമായി പൂർണ്ണമായും ശരിയല്ല. അത് ഏത് ബോർഡായാലും ഏത് ഗവൺമെൻറ്റായാലും. ഞാൻ ഭരിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. 2 വർഷവും അല്ല 1.5 വർഷത്തിലധികം. എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടാകാൻ അവസരം കൊടുക്കുകയില്ല. അതിനുള്ള നിയമപരമായ അവകാശം ഗവൺമെൻറ്റിനുമില്ല. അപ്പോൾ അതുകൊണ്ട് മന്ത്രിക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ ഒരിക്കലും ആര് വിചാരിച്ചാലും ചുമത്താൻ കഴിയില്ല. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ എം രാജഗോപാൽ നായർ. നമുക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഇത്രയും സമയം ചെലവഴിച്ചതിന് എനിക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊപ്പം ജോയിൻ ചെയ്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റും ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ചെയർമാനും ഒക്കെ ആയിരുന്നു അദ്ദേഹം, അഡ്വക്കേറ്റ് എം രാജഗോപാൽ നായർ. അദ്ദേഹത്തിൻ്റെ സമയത്തൊക്കെയാണ് ഈ ഉത്തരവൊക്കെ വരുന്നത്. 2012 ദേവസ്വം ബോർഡ് ഉത്തരവൊക്കെ വരുന്നത്. ഇപ്പം അദ്ദേഹം തന്നെ അത് കാണിച്ചായിരുന്നു നമുക്ക്. തന്ത്രി ആ കുടുംബം അവരുടെ ആവശ്യം, അവർ നൽകിയ നിവേദനവും കാര്യങ്ങളും, ആ നിവേദനത്തിലാണ് അദ്ദേഹം പറഞ്ഞതുപോലെ 23 ആവശ്യങ്ങൾ 22-ആമതായിട്ടോ 21-ഓ 22-ഓ ആയിട്ട് ആണ് ഈ വാജിവാഹനം പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ക്ഷേത്രത്തിലെ ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ തന്ത്രിമാർക്ക് ഒരു അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവ്, ആ നിവേദനമൊക്കെ അദ്ദേഹം കാര്യമായിട്ട് പറയുമായിരുന്നു.